ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്ഥലം ഏകദേശം എവിടെയാണെന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഞ്ചത്തട്ടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത് രണ്ട് രീതിയിൽ വരാം. ഒന്നെങ്കിൽ എറണാകുളത്ത് നിന്ന് വരുന്നവർ നേര്യമംഗലത്ത് ടൗണിന് മുമ്പ് ലെഫ്റ്റ് തിരിഞ്ഞ് നമുക്ക് ഇഞ്ചത്തൊട്ടിയിലേക്ക് പോകാം. അല്ലെങ്കിൽ നേര്യമംഗലം പാലം കഴിഞ്ഞ് ഒരു 100 മീറ്റർ മുമ്പോട്ട് വരുമ്പോൾ ഒരു ആർച്ച് കാണാം. ഇഞ്ചത്തൊട്ടി മഹാദേവ ക്ഷേത്രം എന്നൊരു ആർച്ച് കാണാം. അപ്പോൾ ആ ആർച്ചിൽ നിന്ന് ട്രെയിൻ എടുത്ത് നേരെ ആ വഴിയാണ് ഞാൻ പോകുന്നത്. അത്യാവശ്യം കാടിനുള്ളിലൂടെ തന്നെയാണ് പോകുന്നത്. വലിയ കാടെന്ന് പറയാൻ വലിയ കാടെന്നല്ല, ആൾവാസമൊക്കെ ഉള്ള സ്ഥലമാണ്. എന്നാലും ഫോറസ്റ്റാണ് കീഴിലുള്ളതാണ്. അപ്പം ഇതിൽ പോകാൻ നല്ല കാഴ്ചകളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഈ വഴി തിരഞ്ഞെടുത്തത്. അതായത് എറണാകുളത്ത് നിന്ന് വരുമ്പോൾ നേര്യമംഗലം പാലം കഴിഞ്ഞിട്ട് ഒരു 100 മീറ്റർ മുന്നോട്ട് വരുമ്പോൾ ആണ് നമുക്ക് ഇഞ്ചത്തൊട്ടിയിലേക്ക് പോകാനുള്ള വഴി കാണുന്നത്. അപ്പോൾ അവിടെ ഒരു ആർച്ചുണ്ട്, ഇഞ്ചത്തൊട്ടി മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഒരു ആർച്ചുണ്ട്. നിങ്ങൾക്ക് അതിലെ വരുവാണെങ്കിൽ ഈ കാഴ്ചകളൊക്കെ കണ്ടുപോകാം. അല്ലെങ്കിൽ നേര്യമംഗലം ടൗണിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ലെഫ്റ്റ് തിരിഞ്ഞ് പോകണം. ടൗണിൽ കയറാതെ ലെഫ്റ്റ് തിരിഞ്ഞ് പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വഴി വരാൻ പറ്റില്ല. നമ്മൾ നേരെ ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിൻ്റെ അങ്ങേ വശത്തും ഇങ്ങേ വശത്തും, അതായത് പെരിയാറിന് കുറുകെ ഉള്ളൊരു പാലമാണ് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം. ആ തൂക്കുപാലം കാണാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ശരിക്കും ഇത് ഇടുക്കി ജില്ലയിലാണോ എറണാകുളം ജില്ലയിലാണോ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. അറിയാവുന്നവർ കമൻറ്റ് ചെയ്തിട്ടുണ്ടേ. അപ്പം നമുക്ക് തൂക്കുപാലം ഒന്ന് കാണാം. അത്യാവശ്യം നല്ല നീളത്തിലുള്ള ഒരു വലിയ തൂക്കുപാലമാണ്. ഞാൻ ഇതിനിവിടെ മുമ്പ് പോയിട്ടുണ്ട്, പക്ഷെ അന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫോട്ടോസ് മാത്രം ജസ്റ്റ് എടുത്ത് പോന്നേ ഉള്ളൂ. കാരണം അന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമുക്കിത് വലിയ കാഴ്ചകളും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. പുറമേക്ക് ഇത് എത്തിപ്പെടണമെന്നോ ഉണ്ടായിരുന്നില്ല. അപ്പം ഇപ്പം നിങ്ങളെ കാണിക്കണമെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ നേരെ നമ്മൾ ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിൻ്റെ അങ്ങോട്ട് പോകുന്നു. അങ്ങോട്ട് പോകാനുള്ള വഴിയിലൂടെയൊക്കെ കാഴ്ചകളാണ് കാണുന്നത്. രണ്ട് സൈഡ് ചെറിയൊരു വീതി കുറഞ്ഞ വഴിയാണ്. അതായത് ഒരു വണ്ടിക്ക് പോകാനുള്ള വീതിയേ ഉള്ളൂ. ഫോറസ്റ്റിനുള്ളിലൂടെയുള്ള വഴിയാണ് അതാട്ടോ. അത്യാവശ്യം ഓപ്പോസിറ്റ് വണ്ടി വന്ന വീതിയുള്ളവർക്ക് നിർത്തിക്കൊടുത്ത് ഒതുക്കി നിർത്ത്. ആരെങ്കിലും ഒരാൾ കോംപ്രമൈസ് ചെയ്യാണ്ട് നമുക്ക് മുന്നോട്ട് പോകാനും പറ്റില്ല. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടായിരുന്നു. നമ്മളെ ഒതുക്കി നിർത്തിക്കൊടുത്ത് നമുക്ക് പോകണം. അപ്പം നമ്മൾ നേരെ ഇനി പോവാണ്. കുറച്ച് ദൂരം കൂടി ഉണ്ട്. ഇവിടുന്ന് ഇതിൽ പോകുമ്പോൾ അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ. ഇനി അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. നമുക്ക് കാഴ്ചകൾ കാണാൻ ഇവിടുത്തെ ഈ പോകുന്ന വഴിയിലൂടെ ഉള്ള കാഴ്ചകൾ നല്ല രസമുള്ള കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. ഇത് വെള്ളമൊക്കെ കയറുമ്പോഴേ നമ്മുടെ നേര്യമംഗലം കാണുന്ന പാലത്തിലൂടെ വരുന്ന വെള്ളമില്ലേ, നിങ്ങൾ കാണുന്നില്ല, പെരിയാറിലെ വെള്ളം മഴക്കാലത്ത് ഇങ്ങോട്ടൊക്കെ കയറുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ പെരിയാറിന് കുറുകെ ഉള്ള ഒരു പാലമാണ് ഇഞ്ചത്തൊട്ടി. അപ്പോൾ ഇവിടുന്ന് വേറൊരു സ്റ്റോറി ഉണ്ട്. ഇഞ്ചത്തൊട്ടി ഈ സ്ഥലത്തിന് പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ പാറകളാണ്. അതായത് രണ്ട് വശം നല്ല ഇവിടെ എല്ലാവരും കൃഷി ചെയ്യുന്നത് ഇഞ്ചി, മല ഇഞ്ചി, മഞ്ഞൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലും കൃഷിയായിട്ട് ചെയ്തു വരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവരും പാറമേലിടുന്ന ഉണങ്ങുവാണ്. അതായത് ഇവിടെ കൃഷി ചെയ്യുന്ന ഇഞ്ചി ആണേലും മലയിഞ്ചിയൊക്കെ കേട്ടിട്ടുള്ള ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ ഇടുക്കിയിലൊക്കെ ഉള്ള ഒരു ഇഞ്ചിയുടെ വർഗത്തിൽപ്പെട്ട സംഭവമാണ്. പിന്നെ മഞ്ഞൾ, രക്തമഞ്ഞൾ, അതെല്ലാം ഇവിടെയാണ് വന്ന് ആൾക്കാർക്ക് ഉണങ്ങാൻ കൊണ്ടുവന്നിരുന്ന സ്ഥലമെന്നാണ് അമ്മ പറഞ്ഞു തന്നതാണ്. അങ്ങനെ തന്നെ ഞാൻ നിങ്ങളോടും പറഞ്ഞു തരുന്നു. അപ്പോൾ പോണ വഴിക്ക് കണ്ടോ, പാറമേൽ കണ്ടോ, ഇതുപോലെ പാറയെ കൊണ്ടുവന്നിട്ട് വാട്ടി ഉണങ്ങുവാണ് ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിൽ മഞ്ഞൾ ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട്. അത് പോകുന്ന വഴിക്ക് നമുക്ക് കാണാം. അതിൻ്റെ സൈഡിൽ നിൽക്കുന്ന രക്തമഞ്ഞളാണ്. ഇതെല്ലാം ഇവിടെ പറിച്ചിട്ടിട്ട് ഈ പാറമേൽ ആണ് ഉണങ്ങാനിടുന്നത് വേനൽക്കാലത്ത്. കണ്ടോ, ഇവിടെയൊക്കെ ഞാൻ ഇതിനു മുമ്പ് വന്നു എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് ഇവിടെ മലയിഞ്ചി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ഉണങ്ങാനിട്ടേക്കുമായിരുന്നു. ഇവിടെ ഇങ്ങനെ ഉണങ്ങാനിട്ടിട്ട് ഇവിടുന്ന് തന്നെ ആൾക്കാർ മേടിച്ചുകൊണ്ട് പോകും. വെച്ചാൽ ഹോൾസെയിലായിട്ട് തന്നെ ഈ കൃഷിക്കാരുടെ അടുത്ത് നിന്ന് മൊത്തത്തിൽ മേടിച്ചെടുത്ത് അവർക്ക് എന്താണ് ആവശ്യം അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്.
നമുക്ക് ഇതിൻ്റെ ഒന്നും കാര്യങ്ങൾ അറിയത്തില്ലാത്തതെന്ന് വെച്ചാൽ നമുക്ക് മലയിഞ്ചി ഒന്നും ഞങ്ങളുടെ നാട്ടിലേക്ക് അത് ഇല്ല. ഞാൻ ഈ തൊടുപുഴ മൂലമറ്റ ഭാഗത്തേക്ക് വന്നപ്പോൾ ആദ്യമായിട്ടാണ് മലയിഞ്ചി തന്നെ കേൾക്കുന്നത്. നമ്മുടെ അവിടുത്തെ ഈ ഇഞ്ചി, മഞ്ഞൾ അതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ കൂടുതലായിട്ടുള്ളൂ. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ കൂടുതലായിട്ട് വരുന്നത് ഏല കൃഷിയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ കണ്ടോ ഈ പാറമേലൊക്കെ ഇരുന്നായിട്ടാണ് ഇവർ ഇതൊക്കെ ഉണക്കുന്നത്. ആണ് ഈ സ്ഥലത്തിന് ഇഞ്ചത്തൊട്ടി ഇതുണ്ടോ, മഞ്ഞളാണ് ഉണക്കാനിട്ടേക്കുണ്ടോ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇവിടെ ഇഞ്ചിയാണ് ഉണങ്ങുന്നതെന്ന് പറയുന്നത്. ഇത് മല ഇഞ്ചി അങ്ങനെ ഞങ്ങട്ടുണ്ട്. അത് ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോൾ ഇവിടെ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഇവിടുന്ന് തന്നെ വണ്ടി കയറി കൃഷിക്കാരെ വണ്ടി കയറ്റിയിട്ട് നേരെ ഇവിടുന്ന് തന്നെ എല്ലാവരും മേടിച്ചോണ്ട് പോകും. അപ്പോൾ കൃഷിക്കാരുടെ അടുത്ത് നിന്ന് എന്ത് സാധനം മേടിച്ചാലും ഒരുപാട് വലിയ വിലയൊന്നും ഉണ്ടാവില്ല. കൃഷിക്കാർക്ക് അതിനായിട്ടുള്ള അറിയാത്തതിനായിട്ടുള്ള വരുമാനം കിട്ടുന്നു. ഇടനിലക്കാരെ ഇത് ഇച്ചിരി അതൊക്കെയാണ് കൃഷിയിടങ്ങളിൽ സാധാരണയായി നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ഉള്ളത് ഈ കുരുമുളക്, ഏലം അങ്ങനെയുള്ളതൊക്കെ ഉള്ളൂ. അതിൻ്റെ നിലവിലുള്ള മാർക്കറ്റ് പ്രൈസ് ഞങ്ങൾക്ക് ലഭിക്കും. അപ്പം നമുക്ക് കൃഷിയുടെ കാര്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ, നമുക്ക് നേരെ നമ്മുടെ കാഴ്ചകളിലേക്ക് തന്നെ പോകാം. നമുക്ക് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഇഞ്ചത്തൊട്ടിയാണ്. ഇഞ്ചത്തൊട്ടിയിലെ കാഴ്ചകളും വിശേഷങ്ങളും ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അത്യാവശ്യം ഈ വഴി വരുമ്പോൾ ഇച്ചിരി ദൂരമുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പോയി കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടേച്ച് വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇഞ്ചത്തൊട്ടി എന്ന് പേര് വരാൻ കാരണമെന്ന്. അപ്പോൾ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താറായി. ഇതാണ് നമ്മുടെ ഇഞ്ചത്തൊട്ടി പാലം കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു അത്യാവശ്യം നല്ല ലെങ്തുള്ള, പെരിയാറിന് കുറുകയാണെന്ന് ഓർക്കണം. അപ്പോൾ അത്യാവശ്യം നീളം എത്രയുണ്ടോ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഇതാണ് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം. നല്ല രസമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അക്കരയ്ക്ക് പോകാം. അക്കരെ പോയാലാണ് ഞാൻ ആദ്യം പറഞ്ഞ സ്ഥലം വഴി വരുന്നത്. അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് വരാം. നമുക്ക് ഈ കാഴ്ചകൾ ഇപ്പം ഞാൻ വന്ന വഴി കാണണമെങ്കിൽ ഞാൻ പറഞ്ഞ വഴിയെ തന്നെ വരണം. ഇതാണ് പെരിയാറ്. അപ്പോൾ പുതുത്താൻകെട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും. പുതുത്താൻകെട്ടിൽ വെള്ളം കിട്ടി നിർത്തിക്കൊണ്ടാണ് ഇവിടെ ഇത്രയും വെള്ളം ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പുതുത്താൻകെട്ടിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ ആയിട്ട് മുന്നോട്ട് തന്നെ പോകാം കേട്ടോ. ഈ പാലം നന്നായിട്ട് തൂക്കുവാൽ ആട്ടുപാലം തന്നെയാന്ന് പറയും. നന്നായിട്ട് ആടും. അപ്പോൾ ഇതിൽ ഒരു സമയം ഒരു 40 പേർക്ക് കയറാൻ പറ്റുള്ളൂ ഒരു സമയം. അപ്പോൾ ഇതിലൊന്ന് നടക്കുമ്പോൾ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇതിൻ്റെ സെൻറ്ററിൽ നോക്കി നടന്നാൽ മാത്രം മതി. നമ്മൾ താഴെ ഒന്നും ചെയ്യില്ല. അത്യാവശ്യം നല്ല ടൈറ്റ്, നല്ല ബലമുള്ള റോപ്പും കൊണ്ടാണ് ഈ പാലം ഹാങ് ചെയ്തിട്ടേക്കുന്നത്. അതുകൊണ്ട് പൊട്ടി താഴെ വീഴുമെന്ന് ആരും പേടിക്കുകയൊന്നും വേണ്ട. ഇപ്പോൾ ഞങ്ങൾ ഒത്ത നടുക്കാണ്, പെരിയാറിൻ്റെ നടുക്കെന്ന് തന്നെ പറയാം. അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങോട്ടത് ആ വശമാണ് പൂതത്താൻ ഡാമൊക്കെ ഉള്ളത്. ഇങ്ങേ വശമാണ് നീരുമംഗലം. അപ്പോൾ ഞങ്ങളൊരു സർബത്ത് കുടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ സർബത്തിൻ്റെ ഒരു വീഡിയോ കൂട്ടത്തിൽ തന്നെ എടുത്ത് ഇപ്പോൾ വന്നിട്ട് ചൂടൊക്കെ അല്ലേ, അപ്പോൾ ദാഹിച്ചു. അപ്പോൾ ഞങ്ങൾ സർബത്തൊക്കെ കുടിച്ച് നേരെ തിരിച്ച് ഇവിടെ നിന്ന് ഇപ്പുറത്തേക്ക് പോകും. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ശരിക്കും ഇവിടെ എന്തിനാ വന്നതെന്നറിയാം. നേരുമംഗലത്ത് ഞങ്ങളൊരു കല്യാണത്തിന് വന്നതാണ്. കല്യാണത്തിന് വന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവിടെ പോകണമെന്ന് പിള്ളേരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരെയും കൂടി കാണിച്ചിട്ട് നമുക്ക് പോകാമല്ലോ എന്നിട്ട്. ഇപ്പം ഞങ്ങൾ നേരെ ഒരു ചെറിയ സർബത്തൊക്കെ കുടിച്ചിട്ട് നേരെ ഇന്ന് തിരിച്ച് നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകും. ഇത് ഭയങ്കരമായിട്ട് ആടുന്നുണ്ടല്ലോ ഇപ്പോ. അവന് പേടിയുണ്ടല്ലോ. നിന്ന് നോക്കാൻ ആടുന്നുണ്ട്. കാരണം എന്താ പറയാ, വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് അപ്പുറത്ത് അങ്ങനെ. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ ഇപ്പുറത്തെ അക്കരെ എത്തിയിട്ട് ഇവിടെ കസേര കിട്ടുന്നുണ്ട്. ഇവിടെ മീനൊക്കെ വന്ന് കാലിൽ മസാജ് ചെയ്ത് തരും. പൈസ ഒന്നും കൊടുക്കണ്ട, ഫ്രീ ആയിട്ടാണ് ചെയ്തു തരുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇത് ആസ്വദിച്ച് നിന്നിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക,
നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. ഇതുവരെ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ ബൈ.